നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ STR സ്കൂൾ ഓഫ് വിസ്ഡം എൻ്റെ ചാനൽ. ഇതിൽ ആത്മീയതയെക്കുറിച്ച് അല്ലെങ്കിൽ ശുദ്ധബോധത്തെക്കുറിച്ച്, പ്യുവർ കോൺഷ്യസ്നസ്, സത്യം എന്നുള്ളതിനെക്കുറിച്ച് 1000-ഓളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 500 പ്രൈവറ്റാണ്, 500 പബ്ലിക്കാണ്. ഓരോ ടോക്ക് നടത്തുമ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ പുതിയതായിട്ടൊന്നും പറയാനില്ല. ഇത് ഒന്നായിട്ടുള്ളൊരു കാര്യത്തിന് നമ്മൾ രണ്ടായിട്ട് കാണുന്നതിലുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റാണ്. ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിൽ പറഞ്ഞ സെപ്പറേഷനിലുണ്ടാവുന്ന റിസൾട്ട് കോൺഫ്ലിക്റ്റ്. മലയാളത്തിൽ പറഞ്ഞ രണ്ടായിട്ട് കണ്ടാൽ ഉണ്ടാകുന്ന ഇണ്ടൽ. ഇതാണ് എൻ്റെ രത്ന ചുരുക്കം. ഇനി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന കണക്ക് സിനിമകൾ അന്നും ഇന്നും ഉണ്ടാവുന്നു, പാട്ടുകൾ അന്നും ഇന്നും ഉണ്ടാവുന്നു. നമ്മൾ സിനിമ കാണുന്നു, പാട്ട് കേൾക്കുന്നു. എന്താ നമ്മൾ സിനിമ കാണുന്നത് നിർത്തിയോ? പാട്ട് കേൾക്കുന്നത് നിർത്തിയോ? ഇല്ല. അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോഴും കാണുന്നു. കഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. ഒരു കഥാനായകൻ, ഒരു വില്ലൻ, പിന്നെ ഒരു പ്രേമം, ഒരു ചതി, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് തന്നെയാണ് പുരാണങ്ങളിലുള്ളത്, ആത്മീയതയിലുള്ളത്. ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ആ ചോദ്യം നമ്മൾ ചോദിക്കണം. എല്ലാ സിനിമയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാ പാട്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ഉദാഹരണം പറയുകയാണ്, അല്ലെങ്കിൽ പുസ്തകം, എല്ലാ കവിതകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാ നോവലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കെല്ലാം ചില പ്രത്യേക ടേസ്റ്റുകളുണ്ട്. പാട്ടാണെങ്കിൽ യേശുദാസ് പാടിയിരിക്കണം. യേശുദാസിന് താഴോട്ടുള്ളവരൊക്കെ എന്ത് പാട്ടാണ് പാടുന്നത്? അപ്പോൾ യേശുദാസിന് മുമ്പ് ഇവിടെ ഗായകരില്ലായിരുന്നു. അപ്പോൾ അവരെന്താ ആസ്വദിച്ചത്? അപ്പം സിനിമ, അത് സത്യൻ്റെ സിനിമയാണ് നല്ലത്, നസീറിൻ്റെ സിനിമയാണ് നല്ലത്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ. ഇങ്ങനെ ഓരോരുത്തരെക്കുറിച്ചും നമുക്കൊരു ടേസ്റ്റുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചായമുണ്ട്. അത് നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നോക്കണം. ഇത് വെച്ചിട്ടാണ്, ഈ ഭൂതക്കണ്ണാടിയിലൂടെയാണ് നമ്മൾ കാര്യത്തിനെ കാണുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് സ്വതന്ത്ര ചിന്തയുണ്ടോ? നമുക്ക് ഫ്രീഡം ഓഫ് തോട്ടുണ്ടോ? ഇത് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പം നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടോ? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചിട്ടാണോ സംസാരിക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഇനി നമ്മുടെയൊക്കെ സ്വന്തം കാര്യമൊന്നും എടുത്തു നോക്കി. നമ്മുടെ വീടുകളിൽ ഈ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ് പറയുന്നത്. ഏത് കാര്യവും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. നമ്മുടെ ഒരു പെരുമാറ്റം എടുത്തു നോക്കി അറിയാം. നമ്മുടെ അമ്മയോടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മയോടുള്ള പെരുമാറ്റം. പഴയ ജനറേഷനിലാണെങ്കിൽ, ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്ന പ്രായത്തിലാണെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറുണ്ട്. അതായത് അമ്മയുടെ അമ്മ. അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അവരുമായിട്ടൊക്കെ ഇടപഴകിയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എടുത്ത് നോക്കി, നമ്മൾ അവരുമായിട്ട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ അവരെ കണ്ടിരുന്നത് ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ മക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, 3 തലമുറ, 4 തലമുറയുടെ റിലേഷൻഷിപ്പ് ഇന്ന് നമുക്ക് ചുറ്റും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറുന്നത് തന്നെയല്ലേ നമ്മളെ അച്ഛനോട് പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പനോട് പെരുമാറിയിരുന്നത്?
ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനോട് പെരുമാറിയിരുന്നത്. പക്ഷേ അവർക്ക് നമ്മുടെ പെരുമാറ്റം പോരായിരുന്നു. അവരിങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല എന്ന് അവർ നമ്മളോട് പറഞ്ഞിരുന്നു. അതെന്താണ്? അത് ഓരോ ജനറേഷനിലും ഉണ്ടാകുന്ന മാറ്റം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ അടുത്ത ജനറേഷനോട് പറയുന്നത്. കാര്യം വരുന്ന മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാര്യം എന്താ? നമുക്ക് സ്വതന്ത്ര ചിന്തയില്ല. നമ്മൾ മാറ്റത്തിനനുസരിച്ച് ഇവിടെ എല്ലാം ചലനമാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാറാൻ തയ്യാറല്ല. ഈ മാറാനെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്ത് ചക്കയും മാങ്ങയാണെന്ന് ആർക്കാർക്കും മനസ്സിലായിട്ടില്ല. ആ ചക്കയും മാങ്ങ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് എക്കാലത്തും നിലനിൽക്കുന്നതാണ് സത്യം, കോൺഷ്യസ്നെസ്. അതാണ് ശ്രുതി. അതൊരിക്കലും മാറത്തില്ല. ലോകത്ത് 278 രാജ്യങ്ങളുണ്ട്, 800 കോടി ജനമുണ്ട്. അതെല്ലാവർക്കും അതൊന്നാണ്. ഇതാണ് ഈ ചാനലിൽ നിരന്തരം പറയുന്നത്. എന്താണോ മാറാതെ നിലനിൽക്കുന്നത് അതറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. അതാണ് ശാന്തി, അതാണ് കോൺഷ്യസ്നെസ്, അതാണ് ട്രൂത്ത്. എന്ത് നിസ്സാര കാര്യമാണ്. പക്ഷേ ഇത് ആരാണ് ഇത് ചിന്തിക്കേണ്ടത്? ഇനി ചിന്തയിലൂടെ ഇത് വരുമോ? അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ചിന്തയിലൂടെ വരുമോ? നല്ല ചിന്തകൾ അല്ലെങ്കിൽ ചീത്ത ചിന്തകൾ, ഈ വേർതിരിവിലൂടെ പോയാൽ നമുക്കൊരിക്കലും ആത്മീയതയിൽ എത്താൻ പറ്റത്തില്ല. ആത്മീയതയിൽ ഒരിക്കലും എത്താൻ പറ്റത്തില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ വന്നൊരു വിഷയം ഈ വിശപ്പ്, അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുന്നത്, വിശപ്പ് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചിന്തയിൽ നിന്നാണോ അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്നാണോ, എവിടെ നിന്നാണ്? ചിലപ്പം ഇത് വളരെ കുസൃതി ചോദ്യമായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ഡെയിലി ആഹാരം കഴിക്കുന്നു. നമ്മളെ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ വിശന്നിട്ടാണോ ആഹാരം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചടങ്ങിനാണോ ആഹാരം കഴിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് നോക്കുക. സമയാസമയങ്ങളിൽ ചടങ്ങിനാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ അതെവിടെ നിന്നാണ് വരുന്നത്? അത് കണ്ടീഷൻ മൈൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മൈൻഡ് എന്താണ്? ബണ്ടിൽ ഓഫ് തോട്ടാണ്. നമ്മുടെ കാലാകാലങ്ങളിൽ കേട്ടതനുസരിച്ച് രാവിലെ എണീറ്റ് ഇത്ര സമയം ഇന്ന ഭക്ഷണം ഇന്നത് എന്ന് പറയുന്ന അത് കണ്ടീഷൻ മൈൻഡാണ്. ഇനി നമ്മളൊരു ദിവസം രാവിലെ ആഹാരം കഴിക്കുന്നില്ല, നമ്മൾ തീരുമാനിച്ചു വിശക്കുമ്പോഴേ ആഹാരം കഴിക്കുന്നു എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഉച്ചയായപ്പോഴും വിശന്നില്ല, അന്ന് വിശപ്പേ വന്നില്ല, വെള്ളം മാത്രമേ കുടിച്ചോളൂ. അപ്പോൾ എന്തുകൊണ്ട് വിശപ്പ് ഉച്ചവരെ വന്നില്ല, അല്ലെങ്കിൽ വൈകിട്ടേ വന്നോളൂ? അപ്പോൾ വിശപ്പും ആഹാരം കഴിക്കലുമായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്? അത് നമ്മുടെ മനസ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് ആഹാരം കഴിച്ചിട്ട് ബോധം കെട്ട് വീഴും, ഉച്ചയ്ക്ക് 1 മണിക്ക് ആഹാരം കഴിച്ചിട്ട് ബോധം കെട്ട് വീഴും. ഇതിന് ആക്രാന്തം എന്ന് പറയും. ഇതിനാണ് ഇവർ ലസ്റ്റ് എന്ന് പറയുന്നത്. കാമം, ക്രോധം, ലോഭം. ഈ കാമവും ലോഭവും ഒക്കെ ഭക്ഷണത്തോടും ഉണ്ട്. അതിന് ആസക്തി എന്ന് പറയും. അപ്പോൾ സ്വതന്ത്ര ചിന്ത, ഫ്രീഡം, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിലെ ലൈഫാണോ നമ്മൾ എൻജോയ് ചെയ്യുന്നത്? അല്ല. ഈ ആരൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞത്, ഈ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഒരു 2.5 വയസ്സ് 3 വയസ്സ് സമയത്ത് നമുക്ക് ചിന്തയുണ്ടായിരുന്നു. അന്ന് നമുക്ക് ചിന്തകളില്ല. അതാണ് ഇവർ പറയുന്നത്, കൊച്ചുകുട്ടികൾ ദൈവത്തിന് സമമാണ്. അപ്പോൾ എന്താണ് ദൈവം?
നോ മൈൻഡ് സ്റ്റേറ്റാണ്. എന്ത് നിസ്സാര കാര്യത്തിനാണ് ഇവന്മാർ സംസ്കൃതവും ശ്ലോകവും പറഞ്ഞ് മനുഷ്യന് കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് എവിടെല്ലാം പോയി ആരുടെയൊക്കെ കൈയും കാലും നക്കിയാലും അവന്മാരെന്തെങ്കിലും പറയുമോ? പറയാൻ അറിഞ്ഞുകൂടാ, അത്രയേ ഉള്ളൂ. അവരെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം കൊച്ചുകുട്ടിക്ക് വിശപ്പുണ്ടോ? അതിന് ആഹാരം നമ്മൾ കുത്തി കയറ്റി കഴിപ്പിക്കുകയല്ലേ പലപ്പോഴും. അത് കരയുമ്പോൾ ആഹാരം കൊടുത്താൽ മതി. അല്ല, നമ്മൾ ഓരോ പ്രായത്തിൽ കുട്ടിക്ക് ഇന്ന ആഹാരം കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിക്ക് വളർച്ച ഉണ്ടാകത്തില്ല. ആര് പറഞ്ഞു തന്നു? ആരോ പറഞ്ഞു. തലമുറയായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ തലമുറയായിട്ട് ഫോളോ ചെയ്യുന്ന ഈ ഒരു ക്രൗഡ് ബിഹേവിയർ ഉണ്ടല്ലോ, ഇതിനെ എന്ന് കളയാൻ തയ്യാറാവുന്നു. അതാണ് ഇവർ നേതി എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൂ. ഫ്രീഡം ഫ്രം നോൺ. എന്താണ് നോൺ? നോണെന്ന് പറഞ്ഞാൽ അറിവ് എവിടെ നിന്നാണ് വരുന്നത്? ചിന്തയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചിന്തകളുടെ ഇവിടേക്ക് എത്തത്തില്ല. ഈവൻ ഒരു വിശപ്പ് പോലും, നമ്മളൊരു ആഹാരം കഴിക്കുന്നത് പോലും ഒന്ന് ആലോചിച്ച് നോക്കി, സ്വതന്ത്രമായിട്ടാണോ? അല്ല. ഇനി വിശപ്പ് എന്തിനാണ് എന്തിനാ ആഹാരം കഴിക്കുന്നത്? അത് എനർജിക്ക് വേണ്ടിയാണ്. ഞാൻ പലപ്പോഴും ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. എനർജി ആഹാരത്തിൽ നിന്നും 27% കിട്ടുന്നുള്ളൂ. 75% എനർജിയും പ്രകൃതിയിൽ നിന്നാണ്. സൂര്യനിൽ നിന്നും, ഭൂമിയിൽ നിന്നും, എയറിൽ നിന്നും. അതാണ് ഇവർ പറയുന്ന പ്രാണായാമ ചെയ്താൽ മതി. പ്രാണനെ അറിയാൻ പറ്റും. ബ്രത്താണ് സത്യം. അതിനെ ശ്രദ്ധിക്കൂ. അപ്പം ഇത് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ശുദ്ധ പോക്കിടത്തരവും ചെയ്തിട്ട് നമുക്ക് ആത്മീയത വേണമെന്ന് പറഞ്ഞാൽ ആത്മീയത പോയിട്ടൊരു ചുക്കും കിട്ടത്തില്ല. പരീക്ഷയ്ക്ക് പഠിക്കാതെ വായി തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ വട്ടപൂജ്യം കിട്ടും. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യണം. വാക്കുകൾക്ക് വിഷയമുണ്ട്. അനലൈസ് ചെയ്യണം. എന്ത് അനലൈസ് ചെയ്യണം? ഇപ്പം നമുക്കുണ്ടായിട്ടുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നോളജ്. ബുദ്ധി കൊണ്ട് ഇതിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ബുദ്ധി കൊണ്ട് കണ്ടെത്തിയാൽ ബുദ്ധിമുട്ടുണ്ടാവും. മീൻ വെള്ളത്തെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുമോ എന്നാരോ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു കണ്ടെത്താൻ പറ്റും. അതെങ്ങനെ കണ്ടെത്താൻ പറ്റും? അതിലല്ലേ. അല്ല, നമ്മൾ മീനിനെ പിടിച്ച് കരക്കിട്ടാൽ പോരെയെന്ന്. മീനിനെ പിടിച്ച് കരക്കിട്ടാൽ അത് വെള്ളം അന്വേഷിക്കും. ശരിയാണ്. വിശപ്പ് അറിഞ്ഞുകൂടാത്തതിന് ആഹാരം കൊടുക്കാതെ ഒരു മുറിയിൽ അടച്ചിട്ടാൽ മതി. അപ്പോൾ വിശപ്പ് എന്തോന്ന് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണോ ആഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇത്തിരി പോലും വെള്ളം തരുമോ? അത് ഈ പോലീസുകാർ പ്രതികളെ കൊണ്ടുപോയിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. വെള്ളവും ഭക്ഷണവും കൊടുക്കത്തില്ല. ഇരുട്ടറയിൽ കൊണ്ടിടും. ടോർച്ചർ റൂം. അപ്പം മൊത്തം ഇരുട്ടിൽ ഒന്ന് നമ്മൾ കിടന്ന് നോക്കി, ഒന്നും വേണ്ട, 1 മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞ് നോക്കി, ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പം അവർക്ക് എന്ത് ചക്ക കിട്ടുമെന്നാണ് പറയുന്നത്, എന്ത് മാങ്ങ കിട്ടുമെന്ന് പറയുന്നത്? ഒരു ചക്കയും മാങ്ങയും കിട്ടത്തില്ല. എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇത് അനലൈസ് ചെയ്യണം. ഞാനിത് ചിന്തിക്കണമെന്നൊന്നും പറയത്തില്ല. കാര്യം ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ ചിന്ത വരും. ചിന്തിച്ചാൽ കിട്ടത്തില്ല. ഇതറിയാൻ ശ്രമിക്കണം. അതാണ് അറിവ്. അപ്പം അത് ചിന്തകൾക്ക് അതീതമാണ്. ഇപ്പം നിസ്സാര ഒരു വിശപ്പ് എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ അതുപോലും മനുഷ്യന് പറയാറിഞ്ഞൂടാ. പിന്നെ ഇവൻ പറയുന്നത് എന്താ? മനസ്സാ വാച കർമ്മണ, നിങ്ങൾ നല്ലത് ചെയ്യണം. ദൈവമേ, നല്ലത് ചെയ്യണമെങ്കിൽ അത് 2ആയി കണ്ടാലല്ലേ നല്ലത് ചെയ്യാൻ പറ്റൂ. അപ്പം അത് സത്യമാണോ? അല്ല. ഇനി നമ്മളെന്താ ചെയ്യുന്നത്? മനസ്സാ വാച കർമ്മണ ബാക്കിയുള്ളവരെ ആക്രമിക്കുകയാണ്.
മൃഗങ്ങളെപ്പോലെ നമ്മൾ വയലൻസാണ് നടത്തുന്നത്. അതാണ് ദ വയലൻസ് ഇസ് ഇൻസൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്തോന്ന്, എല്ലാം ഞാനാണ്, എല്ലാത്തിലും ഞാനാണ് ഉള്ളത്, ഞാനല്ലാതെ വേറെ ആരുമില്ല. ഞാനാരാണ്? ഈ വിചാരം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ അനലൈസ് ചെയ്യുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ പിന്നെ ഇവിടെ വേറെന്തോന്ന്? അല്ല, നമ്മൾ പുസ്തകം വായിക്കണം, നമ്മൾ ഇന്ന ആൾ പറഞ്ഞത് കേൾക്കണം. നമുക്കവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരെ അങ്ങ് പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സാകുന്ന കണക്ക് എല്ലാം തത്തമ്മയെ പൂച്ച എന്നങ്ങ് പറഞ്ഞ് കഴിയുമ്പം സംസ്കൃതവും കഴിഞ്ഞ് പറഞ്ഞ് മിതാഹാരവും കഴിച്ച് കാവ്യവേഷവും ഇട്ട് നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയെന്നാണ് പറയുന്നത്. ഇത് എന്തൊരു പരിപാടിയാണ്? ഇതും വേഷമായിട്ട് ബന്ധമുണ്ടോ? എന്താണ് ഇവർ പറയുന്നത്? ബുദ്ധൻ രാജ്യം ഉപേക്ഷിച്ച് പോയി ബുദ്ധനെ ഫോളോ ചെയ്യാൻ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മുടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ കാവ്യ ഇട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ബുദ്ധൻ പിന്നെ തിരിച്ചു വന്നിട്ട് പറയുന്നത്, ഞാൻ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വിവരക്കേട് ചെയ്യത്തില്ലായിരുന്നു. ഇത് തന്നെ വിവേകാനന്ദനും പറഞ്ഞത്. ചിക്കാഗോസ് വെച്ച് നടത്തിയപ്പോൾ എനിക്ക് വിവരമില്ലായിരുന്നു, പിന്നെയാണ് മനസ്സിലായത് ഒരു പ്രഭാഷണം നടത്തുന്നത് തന്നെ രണ്ടായി കാണുമ്പോഴല്ലേ. ആ ഇണ്ടലിൽ നിന്ന് ഞാനിപ്പോൾ പുറത്തു വന്നു. ഇല്ല, നമ്മൾ വിവേകാനന്ദനെയും ബുദ്ധനെയും ഫോളോ ചെയ്യും. പിന്നല്ല, പിന്നെ ആരാ? ശങ്കരാചാര്യർ. റോഡ് നീളെ നടന്ന ആൾക്കാരുമായിട്ട് തർക്കിക്കുകയും വഴിയിൽ കൂടെ പോകുന്ന ആളിനെ ചണ്ടാളെന്ന് വിളിക്കുകയും ദേവി തിരിഞ്ഞു നോക്കരുത് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയ വ്യക്തി ഇയാളെ ഫോളോ ചെയ്യും. ശരി, അടുത്ത ആരാ? ചിന്തു കൃഷ്ണമൂർത്തി. ലോകം മൊത്തം നടന്ന് പ്രഭാഷണം നടത്തി തിയോസഫിക്കൽ സൊസൈറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്വന്തമായി പ്രസ്ഥാനം നടത്തി. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങിപ്പോയിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന നമുക്ക്. അപ്പോൾ അത് ജിന്തു കൃഷ്ണമൂർത്തി അല്ല ഉണ്ടാക്കിയത്, കൂടെ ഉള്ളവരാണ് ഉണ്ടാക്കിയത്. ആരുണ്ടാക്കിയാലും എന്തോ? രമണ മഹർഷി ആശ്രമം ഉണ്ടായിരുന്നു, അവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതെന്തിനാ അവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുത്തു? അത് സെപ്പറേഷനല്ലേ. അപ്പോൾ അവിടെ വരുന്നവർക്ക് പ്രഭാഷണം നടത്തിയിരുന്നു. അത് ചെയ്യാമോ? അത് രണ്ടായിട്ട് നിൽക്കുമ്പോഴല്ലേ പ്രഭാഷണം നടത്താൻ പറ്റൂ. പക്ഷേ ശ്രീനാരായണ ഗുരുവൊക്കെ അവിടെ ചെന്നിട്ടൊന്നും സംസാരിച്ചില്ല. അത് കോൺഷ്യസ്നെസ്സിലാണ്. യഥാർത്ഥ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ യഥാർത്ഥ എനർജി ഷെയർ ചെയ്യുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയല്ല. യോഗാനന്ദ പരമഹംസം പോയി 3-4 വിവരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു. രമണ മഹർഷി മറുപടി പറഞ്ഞു. അങ്ങേർക്കൊന്നും മനസ്സിലായില്ല. അങ്ങേര് പോയിട്ട് പഴയ പണി തന്നെ ചെയ്തു. ശ്രീനാരായണ ഗുരുവും അങ്ങേര് പോയിട്ട് പഴയ പണി തന്നെ ചെയ്തു. രമണ മഹർഷി പഠിക്കാൻ ചെന്ന ഒരു സാധനവും അവർ ജീവിതത്തിൽ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ ഇത് രാമകൃഷ്ണ പരമഹംസൻ എന്താ ചെയ്തു? വിവേകാനന്ദൻ്റെ ആശ്രമങ്ങളെല്ലാം സെറ്റ് ചെയ്തു, സ്കൂള്, കോളേജ്, ഹോസ്പിറ്റലെല്ലാം സെറ്റ് ചെയ്തു. തോത്താഗിരി അങ്ങനെയാണ് പഠിപ്പിച്ചത്. കാളിയെ വരെ ഉപേക്ഷിക്കണമെന്നല്ലേ പഠിപ്പിച്ചത്. അപ്പം ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം, വിചാരം ചെയ്യണം. അല്ലാതെ എനിക്ക് ഒന്നും കിട്ടിയില്ല. ഈ ഒന്നും കിട്ടില്ല എന്ന് ഉദ്ദേശിക്കുന്നത് പൈസയാണ് പ്രധാനമെന്ന് ആൾക്കാർ പറയുന്ന സാധനം. പൈസ ഉണ്ടെങ്കിൽ എല്ലാമായി. ശരി, എത്രയോ ആൾക്കാർ നല്ല ബാങ്ക് ബാലൻസ് ഉള്ള ആൾക്കാർ, അവർക്ക് ഒരു ശാന്തിയും സമാധാനമില്ല. അവരിപ്പോഴും അനലൈസ് ചെയ്യാണ്. അവരെന്താ ഇങ്ങനെ? ഇന്ത്യ എന്താ ഇങ്ങനെ? അമേരിക്ക എന്താ അങ്ങനെ? എൻ്റെ മക്കളെന്താ ഇങ്ങനെ? അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്താ ഇങ്ങനെ? ഈ നാടെന്താ ഇങ്ങനെ? ഞാൻ ചിന്തിക്കുന്നതാണെങ്കിൽ ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അങ്ങനെ പറ്റത്തില്ല. അതല്ലേ നമ്മൾ ഈ ചാനലിൽ ചർച്ച. ഒരു ധ്യാനമുറ പോലും 112 ധ്യാനമുറയുണ്ട്. അതിൽ ഓരോരുത്തർക്കും വിഭിന്നമായ ധ്യാനമുറയാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, അതെന്തുകൊണ്ടാണ്? അതങ്ങനെയല്ലേ? സ്കൂളിലെ മാഷ് എല്ലാവർക്കും പഠിപ്പിക്കുന്ന ഒരേ സബ്ജക്റ്റ് തന്നെയല്ലേ എല്ലാവർക്കും ഒരേ കണക്കാണ് മനസ്സിലാക്കുന്നത്. അത് അവിടെയാണ് നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫിയും വെസ്റ്റേൺ ഫിലോസഫിക്കും ഒരു സൗന്ദര്യമുള്ളത്. ഇന്ത്യ പോലുള്ള ഏഷ്യൻ കൺട്രീസിൽ പറയും മുൻജന്മങ്ങളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണത്. അപ്പം നമ്മൾ അറിഞ്ഞും അറിയാതെയും അതാണ് നമ്മളെ കൊണ്ട് ചിന്തിക്കുകയും സംസാരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത്. ഓർക്കാറില്ല? ചിലപ്പോൾ നമ്മൾ പറയില്ലേ,
ഞാൻ ഇത്രയും ആഹാരം കഴിച്ചോ? ഞാൻ തന്നെ അറിഞ്ഞില്ല. ഞാൻ ഇത്രയും നല്ലൊരു പ്രഭാഷണം നടത്തിയോ? ഞാൻ തന്നെ അറിഞ്ഞില്ല. ഞാൻ ഇത്രയും മോശപ്പെട്ട് സംസാരിച്ചോ? ഞാൻ തന്നെ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തോ? ഞാൻ ഇത്രയും മോശപ്പെട്ട കാര്യം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ചിപ്പിലുള്ള DNA വരുന്നതാണ്. ഇത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഇതാണ് വെസ്റ്റിൽ പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ്, കണ്ടീഷൻ മൈൻഡ്. 3 വയസ്സ് വരെ മൈൻഡില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് പുറത്തു വരുന്നത്. നിത്യചൈതന്യം ഇത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിൻ്റെ ഏറ്റവും വലിയ എക്സ്പേർട്ടാണ് കേരളത്തിലെ നിത്യചൈതന്യം എഴുതിയുടെ പുസ്തകങ്ങളിൽ ഈ മനസ്സിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചെന്നൈ താമസിക്കുമ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കുക, അവിടെ ഉള്ളവർ വൈകിട്ട് വന്ന് ഈ പൈപ്പിൻ്റെ അവിടെ വന്ന് പച്ചത്തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. പച്ചത്തെറി അത് ചില ഏരിയയിലൊക്കെ അതിന് എക്സ്പേർട്ടാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇവർ പറയണം, ഇവർക്ക് കേട്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവരെല്ലാ ദിവസവും വൈകിട്ട് ചീത്ത വിളിച്ചിട്ട് അടുത്ത ദിവസം അവർ വളരെ സ്നേഹത്തോടു കൂടി മുമ്പോട്ട് പോകുന്നു. അപ്പം ഇതാണ് അവസ്ഥ. ഈ കണ്ടു നിൽക്കുന്നവനാണ് പ്രശ്നം. സ്വാമിയുടെ തോളത്ത് ഒരു സ്ത്രീ പുഴ കടത്താമെന്ന് പറഞ്ഞിട്ട് സ്വാമി കടത്തി അപ്പുറത്ത് കൊണ്ടുപോയി. കണ്ടു നിന്ന ശിഷ്യന്മാർക്കാണ് സ്വാമിയുടെ തോളത്ത് ഒരു സ്ത്രീ കയറിയിരുന്നു. എന്തോ പരിപാടിയാണ്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനപ്പുറം ഉദാഹരണങ്ങളൊന്നും ഒരു പ്രഭാഷണത്തിലും ഒരു പുസ്തകത്തിലും ആർക്കും ഒന്നും പറയാനില്ല. പിന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പുറകിൽ പോകരുത്. ചെയ്യാൻ പറ്റ ചെന്ന് വെളിച്ചത്തിലേക്ക് വീഴുന്ന കണക്ക്, അല്ലെങ്കിൽ കസ്തൂരിമാൻ സ്വന്തം കസ്തൂരി മണം അന്വേഷിച്ച് പുറത്തു പോവുക, പിന്നെ മീൻ കയറി ചൂണ്ടയിൽ പിടിക്കുക, ആന പിടിയാനയുടെ ഇതിൽ വീഴുക. ഇതൊക്കെ തന്നെ ഉദാഹരണമുള്ളൂ. പിന്നെന്താ, മറ്റേ മരുഭൂമിയിലെ കാനനപ്പച്ച അല്ല കന്നപ്പച്ച അല്ല, മറ്റേ നിറാഷ് എന്ന് പറയുന്ന സാധനം, കാനന വെള്ളമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സ്ക്രീനിൽ ഓടുന്ന സിനിമ മിന്നി മറിഞ്ഞ് പോവും. സ്ക്രീൻ എവിടെയുണ്ട്? ഇത് തന്നെയല്ലേ. പിന്നെ കയറിനെ കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിച്ചു. മായ, ഇല്യൂഷൻ. ഇതൊക്കെ ഭക്ഷണത്തിലും എല്ലാത്തിലും ഇത് ആപ്ലിക്കബിളാണ്. അതുകൊണ്ട് നല്ല ചിന്തകളിലൂടെ ആത്മീയത എത്താൻ പറ്റത്തില്ല. ചിന്തകൾ ഉപേക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ദുശീലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം അടിക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം അടിക്കുന്നത് ഉപേക്ഷിക്കണം. അതൊന്നെങ്കിൽ സ്വയമേ നമ്മൾ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഡോക്ടർ വെള്ളം അടിക്കരുതെന്ന് പറയും. എന്നിട്ടും വെള്ളം അടിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ശരീരത്തിനേക്കാളും അപ്പുറം അവരുടെ ഡിസയറാണ്. അതാണ് കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം. ഈ മാത്സര്യം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് വേറൊരാളോട് മത്സരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളോട് തന്നെയാണ് മത്സരിക്കുന്നത്. എന്തോ മത്സരം പോരാ. എന്ത് പോരാ? ഇപ്പോൾ ഒരു 20 വീടേ ഉള്ളൂ, ഇനി ഒരു 100 വീട് കൂടെ കാണും. ശരി, പിന്നെ വേറെന്തോ? 10 ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ, ഒരു 10 കൂടെ കാണും. അപ്പോൾ എത്ര ഉണ്ട്? 1,000 കോടി, 1,00,000 കോടി വേണം. പക്ഷെ എന്തൊക്കെ ഈ പറയുന്നത്? അപ്പം മത്സരം പുറത്തല്ല. കാമം. എന്തിനോട് കാമം? ഭക്ഷണത്തോട് കാമം. ഉപയോഗിക്കുന്ന സോപ്പിനോട് കാമം. ഇന്ന സോപ്പേ ഉപയോഗിക്കൂ. വേഷം ഇന്നതായിരിക്കണം. ഇപ്പം നമുക്ക് നമ്മളോടല്ലേ കാമം. ക്രോധം. എന്ത് ക്രോധം? എനിക്ക് എത്താൻ പറ്റിയില്ല, എനിക്കിതുവരെ അതുപോലെ ആവാൻ പറ്റിയില്ല, ഇതുപോലെ ആവാൻ പറ്റിയില്ല. കമ്പാരിസനാണ്. ക്രോധം നമ്മളോട് തന്നെയാണ്. എനിക്കത് കിട്ടിയില്ല എന്ന് ദേഷ്യപ്പെടുക. ആരോട്? നിങ്ങളല്ലേ അത്. അപ്പം കാമം, ക്രോധം ആർക്കാ? നിങ്ങളിൽ തന്നെ, പുറത്തല്ല. ലോഭം, ആസക്തി. ആരോട്? എൻ്റെ ശരീരം, എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, എൻ്റെ സുരക്ഷ. ഈ ഫിയറല്ലേ. അപ്പം അത് പുറത്താണോ? അല്ല. കാമം, ക്രോധം, ലോഭം, മോഹം. എന്ത് മോഹം? ഒരു വണ്ടി വാങ്ങിച്ച 15 വർഷത്തെ
വാറണ്ടിയെ അല്ലെങ്കിൽ ടാക്സ് അടച്ച് 15 വർഷം കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്ന കണക്ക് ഒരു മനുഷ്യ ജീവന് എത്ര വർഷം ലൈഫ് ടൈം വാറണ്ടി ഉണ്ടോ? ആത്മീയതയിലുണ്ട്, ഫിസിക്കൽ ബോഡിക്കാണ് ടൈം ആൻഡ് സ്പേസ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പേടിക്കുന്നത്. എനിക്ക് ശേഷം ആര്? മറ്റേ ഭാഗവതത്തിൽ ജഡഭരിതൻ ചോദിച്ച കണക്ക് ദൈവത്തെ അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. നോക്കിയപ്പോൾ ഒരു മാൻ ഇങ്ങനെ ഒഴുകി വന്നു. ആ മാൻ പ്രസവിച്ച് ഒരു ചെറിയ മാൻ, ആ തള്ളമാൻ ചത്തുപോയി. അപ്പം ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാനില്ലെങ്കിൽ ഈ മാനിന് ആരുണ്ട്? പിന്നെ ഈ പാവപ്പെട്ട മാനായിട്ട് ജനിക്കേണ്ടി വന്നു. കഥ അങ്ങനെ പോവുകയാണ്. ഈ കഥയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈവൻ ഒരു മസാല ദോശ കഴിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഈ ജന്മത്തെ കഴിച്ചില്ലെങ്കിൽ ഇനി ഒരു ജന്മം എടുക്കേണ്ടി വരും. സംസ്കൃതം പഠിക്കണം, എനിക്ക് ഭഗവത്ഗീത ശ്ലോകം പഠിക്കണം. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം പഠിച്ചോണം. ആഗ്രഹം അവിടെ വെച്ചിരുന്നാൽ പഠിക്കുന്നവരെയും ജന്മം എടുക്കേണ്ടി വരും. അപ്പം ഇതാണ് ഇവർ പറയുന്നത്: കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അപ്പം നമ്മൾ വിചാരിച്ച് നമ്മൾ ഇത് പുറമേ ആരുടെടുത്തൊക്കെയോ കാണിക്കേണ്ടാത്ത കാര്യം അല്ല. ഇത് സെൽഫ് ലവ് ആണ്. ഇത് നിങ്ങൾ സ്വയം സ്നേഹിക്കൂ. നിങ്ങൾ ആദ്യം പറയേണ്ടത് ഐ ലവ് മൈസെൽഫ് എന്നാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ എന്തൊക്കെയോ സിദ്ധാന്തങ്ങളും പഠിച്ച് ആരൊക്കെയോ പറഞ്ഞ് വേസ്റ്റുകളും എടുത്ത് എച്ചിലും എടുത്ത് നമ്മൾ കഴിച്ചിട്ട് പറയാൻ അതിന് ടേസ്റ്റ് പോരാന്ന്. അപ്പം ഇവിടെ എന്താണ് ഈ കോൺഫ്ലിക്റ്റ്? എന്താണ് ഈ പ്രോബ്ലം? എന്താണ് ഈ വയലൻസ്? എന്താണ് ഈ ചോയ്സ്? നമുക്കൊരു ചോയ്സ് ഇല്ല. അതാണ് ഇവർ പറയുന്നത്, ചോയ്സ്ലെസ് അവയർനെസ്സിലിരിക്കണം. വേറൊരുത്തൻ്റെ എച്ചിൽ കേൾക്കുകയോ അത് അനുകരിക്കുകയോ പാടില്ല. നമുക്ക് വേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ്. അതാണ് സ്വതന്ത്രം, ഫ്രീഡം ഓഫ് തോട്ട്. എന്ത് പറയാൻ? ആത്മീയതയുടെ പേരിൽ കച്ചവടം നടത്തുക, എന്തൊക്കെയോ ഇവർ പറയുക. ഇതിന് ആത്മീയതയെന്നല്ല പറയേണ്ടത്, അതിന് മന്ത്രവാദം എന്ന് പറയും. അപ്പം അതിൽ കുട്ടിച്ചാത്താൻ വരും, ഒടിയൻ വരും, അങ്ങനെ പല പല സർക്കസുകൾ അതിനകത്ത് വരും. മഷിനോട്ടം, പെൻഡുലം, പിന്നെ എന്താ പൂജ, തന്ത്രം, മന്ത്രം, എല്ലാ സാധനവും വരും. ഒന്നും പറയത്തുമില്ല. പിരിവുണ്ടോ? പൈസ ഇല്ലാതെ ഇത് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരാൻ തയ്യാറുണ്ടോ? അവരോട് പോവുക. അവർ പറയും ഞങ്ങൾക്ക് ചിലവുണ്ട്. എന്ത് ചിലവ്? അതിവിടെ 20 പശുവുണ്ട്, പശുവിനെ വളർത്താൻ ചിലവുണ്ട്. ഈ പശുവിനെ വളർത്താൻ നമ്മൾ പറഞ്ഞു. അവരെന്തുകൊണ്ടാണ്? അവർ ആത്മീയതയിൽ പ്രകൃതിയുടെ കൂടെ ചേരാനായിട്ട് പശുവും കൃഷിയും ചെയ്യണമെന്ന് ആരോ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് പശുവും കൃഷിയും ചെയ്യണമെങ്കിൽ ബംഗാളിയെ കൊണ്ട് നിർത്തണ്ടേ? മലയാളിയെ നിർത്തിയ ഒരു ദിവസം 1200 രൂപ ചോദിക്കത്തില്ലേ? 1000 രൂപ വെച്ച് തന്നെ കൂട്ടിയാൽ 30,000 രൂപയായി, 35,000 രൂപ. കർണാടകയിലും ആന്ധ്രയിലും ഇന്നും ഭക്ഷണം മാത്രം കൊടുത്താൽ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ഈ ഇന്ത്യയിലാണ്, ഈ കേരളത്തിൽ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിത് പലരോടും സംസാരിച്ചിട്ടാണ്. സ്വാമിമാർ ദുഃഖിക്കുകയാണ്, പശുവിനെ നോക്കാൻ പൈസ ഇല്ല. അപ്പോൾ പോകുന്നവർക്ക് നമുക്ക് ദയ ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യും? എന്നാൽ പിന്നെ കുറച്ച് പൈസ കൊടുത്തേക്കാവുന്നു. ഇത് ആശ്രമമാണോ? ഇത് സ്പിരിച്വാലിറ്റി ആണോ? അല്ല. ഇവരെല്ലാം പ്രസ്ഥാനങ്ങൾ നടത്തുകയാണ്. ഇതെല്ലാം ബിസിനസ് സെൻറ്റേഴ്സാണ്. സർക്കാരിൻ്റെ പബ്ലിക് ലൈബ്രറി എല്ലാ സ്ഥലത്തും ഉണ്ട്, ഗ്രന്ഥശാലയുണ്ട്. ഈ ഗ്രന്ഥശാല കച്ചവടത്തിനാണോ നടത്തുന്നത്? ആണോ? അല്ല. തുച്ഛമായൊരു എമൗണ്ടല്ലേ അവർ വാങ്ങിക്കുന്നുള്ളൂ. അത് പ്രവർത്തിക്കുന്നില്ലേ? അത് ശരിക്കും ആത്മീയതയാണ്. അവിടെ ആരെങ്കിലും പോകാറുണ്ടോ? നമ്മളിൽ എത്ര പേര് ലൈബ്രറി പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ? അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എത്ര പുസ്തകം എടുത്ത് വായിച്ചിട്ടുണ്ട്? വായനയുണ്ടോ? വായനയുണ്ട്. എന്ത് വായന? മലയാള മനോരമ, മാതൃഭൂമി, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ. ഇതിൽ തന്നെ ഒരു ഗ്രേഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഹിന്ദു വായിക്കുന്നതിന് കൂടിയവനും ബാക്കി താഴോട്ടുള്ളവനൊക്കെ ഗ്രേഡ് കുറഞ്ഞവനും. നമ്മുടെ ജാതിയും മതവും പറയുന്ന നമുക്ക് എന്ത് വായന? ഇന്ന് ഓൺലൈനിൽ എല്ലാ പത്രവും വായിച്ചൂടെ?
US ഇറങ്ങുന്ന പത്രവും കാനഡയിൽ ഇറങ്ങുന്ന പത്രവും എല്ലാം വായിച്ചുകൂടെ? അപ്പോൾ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് നമുക്കൊരാസക്തിയുണ്ട്. നമ്മളെ ചില ശീലങ്ങളിൽ ഇവർ പിടിച്ചിട്ടുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. അത് ഭക്ഷണമായിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, ഇനി പാട്ടായിക്കോട്ടെ, ഇനി ഡാൻസ് ആയിക്കോട്ടെ. ഡാൻസിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പഴയ ആൾക്കാർ പറയും ഭരതനാട്യം, മോഹിനിയാട്ടം, ഓരോരോ പേരുകളെടുത്ത് നോക്കണേ. ഈ മോഹിനി ആരാ? പാലാഴി മദനമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തൊരു ഗംഭീര കഥകളാണ് മോഹിനിയാട്ടം. ഭരതനാട്യം അതെന്താണ്? ഭാവം, നാദം, ഭരതനാട്യം. അപ്പോൾ നമുക്ക് ഭാവം വേണം, നാദം വേണം, അതിനൊരു ഇത് വേണം, താളം വേണം. ഇത് ആ ഡാൻസിലല്ല അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സംഭാഷണത്തിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം, നമ്മുടെ നടത്തയിലും നമ്മുടെ ശീലത്തിലും എല്ലാം ഈ ഭരതനാട്യത്തിൻ്റെ കണ്ടൻറ്റ് വരണം എന്നാണ്. അല്ല ഡാൻസ് പഠിച്ച് ഡാൻസ് ആടണമെന്നല്ല ഇവർ പറയുന്നത്. അല്ല ഡാൻസ് പോയിരുന്ന് ആസ്വദിക്കുകയല്ല, ആസ്വദിക്കേണ്ടെന്നല്ല. നമുക്ക് ആ മോഹിനിയാട്ടവും ഭരതനാട്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങളെല്ലാം ഇവർ നമ്മളിലേക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ പോയിരുന്ന് പൈസയും കൊടുത്ത് കൈ പിടിച്ച് താളവും പിടിച്ച് ഗംഭീര ഗസൽ, ഗംഭീര ഡാൻസ്. അതുകൊണ്ട് അത് ആ നിമിഷത്തേക്ക് കിട്ടുന്ന സുഖം എന്തോ, അത് നോ മൈൻഡ് സ്റ്റേറ്റാണ്. അതും മെഡിറ്റേഷനിൽ കിട്ടുന്ന താൽക്കാലിക തട്ടിപ്പാണ്. ആരോട് പറയാനാ? ആരോടും പറയാനൊന്നുമില്ല. കാര്യം മറ്റൊരാളില്ലല്ലോ. നമ്മളിത് തിരിച്ചറിയുമ്പോൾ എല്ലാവരിലും നമ്മളിത് കാണും. അവിടെ രാമനിലും കാണും, രാവണനിലും കാണും. അതാണ് ശരിക്കും ആത്മീയത. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനുള്ളൊരു കമൻറ്റ് ചെയ്യുക. ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. കാര്യം ഞാൻ ഇന്നും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും എന്നോട് നിങ്ങളെന്തോ വായിക്കുന്ന, നിങ്ങളെന്തോ അന്വേഷിക്കുന്ന അറിഞ്ഞുകൂടാ. പക്ഷേ യാത്ര തുടരുകയാണ്. കാര്യം ആരോ പറഞ്ഞ് സെർച്ച് ഫോർ ട്രൂത്താണ്, അത് എൻലെസ് ആണ്, അത് ടൈമിനും സ്പേസിനും അപ്പുറത്തേക്കാണ് എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു.